ഹായ് എവരി വൺ. നമ്മൾ റേഷ്യോ അനലൈസിസിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു, ഒരുപാട് സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇന്ന് നിങ്ങളുടെ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് റേഷ്യോ അനലൈസിസിൽ ചോദിക്കുന്നത് എന്നും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്രോബ്ലം എങ്ങനെയാണ് അത് പ്രിൻ്റഡിൽ വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത് കൊടുത്തേക്കുന്നത്. സോ ലിസൺ കെയർഫുള്ളി. ആൻഡ് ഓൾസോ ഇതിന് ശേഷം ഒരു പ്രോബ്ലം ഞാൻ തരും, ഇതുപോലത്തെ തന്നെ ഒരു പ്രോബ്ലം. സോ ആ പ്രോബ്ലം നിങ്ങൾ ഇതുപോലെ ഈ ഒരു പ്രോബ്ലവും ചെയ്ത് നോട്ടിൽ ചെയ്തതിന് ശേഷം ആ പ്രോബ്ലം തന്നെ സ്വയം ചെയ്തതിന് ശേഷം ഗ്രൂപ്പിൽ വിത്ത് യുവർ നെയിം പോസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, let's start our class. So the problem for ratio analysis long essay question is like this. From the following particulars, prepare the balance sheet of X Limited, which has only one class of share capital. The term turnover refers to cost of sales and the term stock refers to closing stock. സോ ഇവിടെ നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. സെയിൽസ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, ആസിഡ് ടെസ്റ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്. ആൻഡ് ടേൺ ഓവർ റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ആണെന്നും ടേം സ്റ്റോക്ക് റെഫേഴ്സ് ടു ക്ലോസിംഗ് സ്റ്റോക്ക് ആണെന്നും നമുക്ക് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് 1.5, ടേൺ ഓവർ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് 1.5, റേഷ്യോ ഓഫ് റിസർവ്സ് ടു ഷെയർ ക്യാപിറ്റൽ 1/3 ആണെന്നും ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് 5/6 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ നിന്ന് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് എത്തിച്ചേരാനും സ്റ്റോക്കിൽ നിന്നും നമുക്ക് കറണ്ട് റേഷ്യോയിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. ഒന്നും കൂടി പറയാം. ആദ്യം നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ നിന്നും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിലേക്കും ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് നമുക്ക് കറണ്ട് റേഷ്യോയിലേക്കും എത്തിപ്പെടാം. സോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് 25% ആണ് അല്ലേ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. ആൻഡ് സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 20 lakh ആണെന്ന്. So sales 20 lakh, gross profit ratio is 25%. So cost of goods sold പറഞ്ഞാൽ that is sales minus gross profit. So 20 lakh minus 25%, 15 lakh ആണ് നമ്മളുടെ cost of goods sold അഥവാ cost of sales. സോ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാം. ഇവിടെ റേഷ്യോ ആണ് തന്നേക്കുന്നത്, ദാറ്റ് ഈസ് 15. സോ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 15. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, 15 lakh. ദെൻ 15 lakh ഡിവൈഡഡ് ബൈ 15, ദാറ്റ് ഈസ് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ടേൺ ഓവർ റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് സെയിൽസും ആൻഡ് ദ ടേം സ്റ്റോക്ക് റെഫേഴ്സ് ടു ദ ക്ലോസിംഗ് സ്റ്റോക്ക് ആണെന്നും. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 15 lakh ഡിവൈഡഡ് ബൈ 15. 1 lakh ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഗോട്ട് ദ പോയിന്റ്. ദെൻ സ്റ്റോക്ക് നമുക്കറിയാം, ദാറ്റ് ഈസ് കറണ്ട് അസറ്റ്സ് മൈനസ് ക്വിക്ക് അസറ്റ് ആണ് നമ്മുടെ സ്റ്റോക്ക് എന്ന്. സോ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, ആസിഡ് ടെസ്റ്റ് റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് 1 lakh ആണ്. ആ 1 lakh എടുത്തിടുക. 1 lakh ഇസ് ഈക്വൽ ടു 1.5 മൈനസ് 1.25. 0.25 ആണ് നമ്മൾ സോൾവ് ചെയ്ത് വെച്ചേക്കുന്ന സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ കറണ്ട് അസറ്റ്സിലേക്ക് കറണ്ട് ലയബിലിറ്റിയും കണ്ടുപിടിക്കാൻ പോകുന്നത്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈ 1 lakhൻ്റെ 1/5 ഡിവൈഡഡ് ബൈ 0.25 ആണ് നമ്മുടെ കറണ്ട് അസറ്റ് ആയിരിക്കുക. ബിക്കോസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻറ്റു കറണ്ട് റേഷ്യോ ഡിവൈഡഡ് ബൈ 0.25, that what we find out now. So 1 lakh into 1.5 divided by 0.25, that is stock 1 lakh is equal to 0.25 നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ നമുക്ക് അതിൽ നിന്ന് കറണ്ട് അസറ്റ് കിട്ടും 6 lakh. ദെൻ കറണ്ട് ലയബിലിറ്റി 6 lakh ഇൻറ്റു ദാറ്റ് ഈസ് 1.5 ആണ് കറണ്ട് അസറ്റ് എന്നുണ്ടെങ്കിൽ കറണ്ട് റേഷ്യോ നമ്മൾ
1 ആണെന്ന് അസ്യൂം ചെയ്യുക. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് കറണ്ട് റേഷ്യോ 1.5:1, then current asset 1.5, 1 will be the current liability അല്ലേ. സോ 6 lakh into 1/1/1.5 ദാറ്റ് ഈസ് 4 lakh ആണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റി. സോ ഇതിൽ നിന്ന് ക്വിക്ക് അസറ്റ് മനസ്സിലാക്കാം. 6 lakh മൈനസ് 1 lakh ആണ് നമ്മളുടെ ക്വിക്ക് അസറ്റ്. 6 lakh മീൻസ് കറണ്ട് അസറ്റ്, 1 lakh മീൻ ക്ലോസിംഗ് സ്റ്റോക്ക്. സോ 6 lakh മൈനസ് 1 lakh 5 lakh ആണ് നമ്മളുടെ ക്വിക്ക് അസറ്റ്. അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഡിവൈഡഡ് ബൈ 0.25 ഇട്ടാലും നമുക്ക് ക്വിക്ക് അസറ്റ് കിട്ടാവുന്നതാണ്. ദെൻ ഇനി ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് ആണ്. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് നമുക്കറിയാം ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 12, അതാണല്ലോ നമ്മുടെ റേഷ്യോ. സോ ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട് 20 lakh ആണെന്ന്, ഇൻറ്റു 12, ദെൻ വി ഗോട്ട് 1/1/2. സോ ഡെപ്റ്റേഴ്സ് ഇസ് ഈക്വൽ ടു 20 lakh ഇൻറ്റു 1/1/2 ഡിവൈഡഡ് ബൈ 12, 2,50,000. സോ അതർ കറണ്ട് അസറ്റ്സ് കണ്ടുപിടിക്കാൻ ഈ 5 lakhൽ നിന്ന് 2,50,000 ലെസ് ചെയ്താൽ മതി. അതായത് ക്വിക്ക് അസറ്റ് നമ്മളോട് അറിയാം 5 lakh ആണെന്ന്. സോ 2,50,000 ഡെപ്റ്റേഴ്സും കൂടി കുറച്ചാൽ നമുക്ക് അതർ കറണ്ട് അസറ്റ് കിട്ടും. സോ ഓരോന്നിൽ നിന്നും നമ്മൾ ഐറ്റംസ് ഫോർ ദ ബാലൻസ് ഷീറ്റാണ് മനസ്സിലാക്കുന്നത്. കറണ്ട് അസറ്റ് കിട്ടി, കറണ്ട് ലയബിലിറ്റി കിട്ടി, ദെൻ സ്റ്റോക്ക് കിട്ടി, ഡെപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ എന്ത് കുറച്ചു, അതർ കറണ്ട് അസറ്റ് നമുക്ക് കിട്ടി, ദെൻ ടേൺ ഓവർ ടു ഫിക്സ്ഡ് അസറ്റ്സ്. ടേൺ ഓവർ ടു ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ ഇതിടുക, ദാറ്റ് ഈസ് ടേൺ ഓവർ ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് അസറ്റ്. അപ്പോൾ ടേൺ ഓവർ ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. ടേൺ ഓവർ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്, നമുക്ക് പ്രോബ്ലത്തിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സോ ആ കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 15 lakh. അത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുക. 15 lakh ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ നമുക്ക് ടേൺ ഓവർ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് 1.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1,50,000 ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് അസറ്റ്സ് ഇസ് ഈക്വൽ ടു 1.5. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? 15 lakh ഡിവൈഡഡ് ബൈ 1.5. നമ്മുടെ ഫിക്സ്ഡ് അസറ്റിൻ്റെ ആൻസർ കിട്ടും 10 lakh അല്ലേ. സോ ഫിക്സ്ഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് 5/6 ആണ്. സോ നെറ്റ് വർത്ത് കണ്ടുപിടിക്കാൻ ഈ 10 lakhനെ ഫിക്സ്ഡ് അസറ്റ്സിനെ നെറ്റ് വർത്തുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 10 lakh ഇൻറ്റു 5/6 ഇൻറ്റു ചെയ്യുമ്പോൾ അത് 6/5 ആവും. സോ 12 lakh. സോ നെറ്റ് വർത്ത് ഇസ് ഈക്വൽ ടു, അതിൻ്റെയും ഫോർമുല അറിഞ്ഞിരിക്കണം, ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആണ് നെറ്റ് വർത്ത്. സോ റേഷ്യോ ഓഫ് റിസർവ്സ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 1/3. 1/3 ആണെങ്കിൽ ദാറ്റ് ഈസ് 1/4 ഓഫ് ദ നെറ്റ് വർത്ത് ആയിരിക്കും 1/3 ഓഫ് ക്യാപിറ്റൽ. സോ റിസർവ്സ് ഈസ് ഈക്വൽ ടു 12 lakh ഇൻറ്റു 1/4. സോ അവർ റിസർവ്സ് ഈസ് 3 lakh. ദെൻ 12 lakh മൈനസ് റിസർവ്സിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഷെയർ ക്യാപിറ്റൽ കിട്ടും. നെറ്റ് വർത്തിൽ നിന്ന് റിസർവ്സ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഷെയർ ക്യാപിറ്റൽ കിട്ടും. അതാണ് നമ്മളുടെ 9 lakh. ക്ലിയർ ആയോ? ഒന്നും കൂടി പറയാം. നമ്മൾ ആദ്യം സെയിൽസ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചു 15 lakh ആണെന്ന്. ദെൻ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അപ്ലൈ ചെയ്തു. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ദിസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ദാറ്റ് ഈസ് 15. ബിക്കോസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും കാര്യം. സോ 15 lakh ഡിവൈഡഡ് ബൈ 15 ഇട്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി. സോ സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റിന് ക്വിക്ക് അസറ്റ് ലെസ് ചെയ്താലാണ് നമുക്ക് സ്റ്റോക്ക് എത്തിച്ചേരാമെന്നറിയാം. സോ ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുക. ദെൻ കറണ്ട് റേഷ്യോ വയ്ക്കുക, ആസിഡ് ടെസ്റ്റ് റേഷ്യോ തന്നിട്ടുണ്ട് 1.5, 1.25. അപ്പോൾ കറണ്ട് റേഷ്യോ 1.5 ആണെങ്കിൽ കറണ്ട് അസറ്റ്സ് ഈസ് ടു കറണ്ട് ലയബിലിറ്റി ആണ്. സോ 1.5:1 എന്ന് അസ്യൂം ചെയ്യണം. ആൻഡ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ 1.25 ആണ്. സോ സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് കറണ്ട് അസറ്റ്സ് മൈനസ് ക്വിക്ക് അസറ്റ് ആണല്ലോ. സോ കറണ്ട് അസറ്റ് 1.5 ആയിട്ടും ക്വിക്ക് അസറ്റ് ഈസ് ടു ക്വിക്ക് ലയബിലിറ്റി ആണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. സോ നമ്മൾ ക്വിക്ക് അസറ്റ് 1.25 ആയിട്ടും അസ്യൂം ചെയ്തു. സോ സ്റ്റോക്ക് പറഞ്ഞാൽ 1 lakh ഇസ് ഈക്വൽ ടു 1.5 മൈനസ് 1.25 ആണല്ലോ. സോ ദാറ്റ് ഈസ് 0.25. സോ ഇതിൽ നിന്ന് നമ്മൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കണ്ടുപിടിച്ചു. എങ്ങനെ? ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ 0.25 കറണ്ട് അസറ്റ് കിട്ടി. ദെൻ കറണ്ട് ലയബിലിറ്റി കറണ്ട് അസറ്റ് ഇൻറ്റു 1/1.5 4 lakh ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു.
ദെൻ ക്വിക്ക് അസറ്റ്സും അതുപോലെ നമ്മൾ കണ്ടുപിടിച്ചു. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിച്ചു. അതർ കറണ്ട് അസറ്റ്സ് കണ്ടുപിടിച്ചു. ടേൺ ഓവർ ടു ഫിക്സ്ഡ് അസറ്റ്സിൽ നിന്നും ഫിക്സ്ഡ് അസറ്റും, ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ്വർത്തിൽ നിന്നും നെറ്റ്വർത്തും, ക്യാപിറ്റലും റിസർവ്സും ഷെയർ ക്യാപിറ്റലും കണ്ടുപിടിച്ചു. ഇനി നമുക്കപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. അസറ്റ്സും സൈഡും, അസറ്റ് സൈഡിൽ 2 സബ്സെക്ഷൻ വരും, നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ 2 സെക്ഷൻ വരും, ഇക്വിറ്റിയും ലയബിലിറ്റീസും. അപ്പോൾ നോൺ കറണ്ട് അസറ്റ് നമുക്കറിയാം. നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 10 lakh എടുത്ത് എഴുതുക. ദെൻ കറണ്ട് അസറ്റ്സ് നമുക്ക് സ്റ്റോക്കായിട്ട് എത്ര കിട്ടിയേക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് 1 lakh ആണ്, അതെടുത്ത് എഴുതുക. ദെൻ ട്രേഡ് റിസീവബിൾസും അതേഴ്സ് അസറ്റ്സും 2,50,000. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് നമുക്ക് 16 lakh ആയിട്ട് കിട്ടി. ദെൻ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 9 lakh, റിസർവ്സ് ആൻഡ് സർപ്ലസ് 3 lakh. ദെൻ അതെടുത്ത് എഴുതുക. ദെൻ നോൺ കറണ്ട് ലയബിലിറ്റിയിൽ നോൺ കറണ്ടും കറണ്ട് ലയബിലിറ്റി. നോൺ കറണ്ട് ലയബിലിറ്റി ഒരു ഐറ്റംസും ഇല്ല. ദെൻ കറണ്ട് ലയബിലിറ്റി ട്രേഡ് പേയബിൾസ് ഉണ്ട് നമുക്ക്, ദാറ്റ് ഈസ് 4 lakh. സോ ഇത് ഇത്രയും എഴുതി കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ടാലി ആവുന്നുണ്ടോ നോക്കണം, ദാറ്റ് ഈസ് 16 lakh. സോ ഇങ്ങനെയാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വരുന്നത്. സോ ഏറ്റവും ചെയ്യേണ്ട കാര്യം റേഷ്യോ അനലൈസിസിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ലോങ് എസ്സേ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിലെ റേഷ്യോസ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, ആസിഡ് ടെസ്റ്റ് റേഷ്യോയുടെ ഇത് തന്നിട്ടുണ്ട്, ദെൻ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്, ടേൺ ഓവർ ടു ഫിക്സ്ഡ് അസറ്റ്സ്, ഫിക്സ്ഡ് അസറ്റ്സ് ടു നെറ്റ്വർക്ക്. സോ ഇത്രയും റേഷ്യോസ് തന്നിട്ടുമ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കണം. അതായത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഐറ്റംസ് എന്തെല്ലാമാണ്, എന്തിൻ്റെ റിലേഷനാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ? ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരുന്നുണ്ട് അല്ലേ. സോ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ടേൺ ഓവർ റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് ദ ടേം സ്റ്റോക്ക് റെഫേഴ്സ് ടു ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും. സോ ആ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അപ്ലൈ ചെയ്താൽ മതിയെന്ന് നിങ്ങൾക്ക് ആ ഒരു ഇത് സ്ട്രൈക്ക് ചെയ്യണം. ദെൻ അതിൽ നിന്നും സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കറണ്ട് റേഷ്യോയിലേക്ക് മാറ്റാം. അത് ബിക്കോസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ നിന്ന് ക്വിക്ക് അസറ്റ് ലെസ് ചെയ്ത് നമുക്ക് സ്റ്റോക്ക് കിട്ടുമെന്നറിയാം. സോ കറണ്ട് റേഷ്യോ അപ്ലൈ ചെയ്യുക, അസറ്റ് ടെസ്റ്റ് റേഷ്യോയുടെ ഫോർമുല ഇടുക. അപ്പോൾ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് 1.5. സോ നമ്മുടെ കറണ്ട് അസറ്റ് എന്തായിരിക്കും? 1.5. കറണ്ട് ലയബിലിറ്റി എന്തായിരിക്കും? 1. അതുപോലെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ക്വിക്ക് അസറ്റ് ഈസ് ടു ക്വിക്ക് ലയബിലിറ്റി ആണ്. സോ 1.25 തന്നിട്ടുണ്ട്. അപ്പോൾ ക്വിക്ക് അസറ്റ് 1.25 ആണ്, ക്വിക്ക് ലയബിലിറ്റി അപ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ അങ്ങനെ നമ്മൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ക്വിക്ക് അസറ്റും നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇനി തന്നേക്കുന്നത് എന്താ? ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് ആണ്. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡിൽ അപ്പോൾ അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്ത് ആലോചിക്കുക. ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 12 ആണ് നമ്മളുടെ ഫോർമുല. സോ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ക്രെഡിറ്റ് സെയിൽസ്, ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് നമുക്കറിയാം. സെയിൽസ് തന്നിട്ടുണ്ട് 20 lakh. സോ അതിൽ നിന്ന് നമുക്ക് ഡെപ്റ്റർ കണ്ടുപിടിച്ചൂടെ? യെസ്, 2,50,000 ആണ്. സോ 2,50,000 ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ അതർ കറണ്ട് അസറ്റ് എത്രയായിരിക്കും? അതർ കറണ്ട് അസറ്റ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് 5 lakh മൈനസ് 2,50,000. 2,50,000 ആയിരിക്കും നമ്മുടെ അതർ കറണ്ട് അസറ്റ് എന്ന് മനസ്സിലാക്കുക. ബിക്കോസ് ക്വിക്ക് അസറ്റ് നമ്മൾ 5 lakh ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് ഈ ഡെപ്റ്റേഴ്സ് ലെസ് ചെയ്ത് നമുക്ക് അതർ അസറ്റ് കിട്ടില്ലേ. ഇനി ദെൻ ടേൺ ഓവർ ടു ഫിക്സ്ഡ് അസറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. സോ ടേൺ ഓവർ ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് അസറ്റിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. സോ അതിൽ നിന്ന് നമുക്ക് ഫിക്സ്ഡ് അസറ്റ് എത്തി. ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ്വർത്ത് 5/6 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെറ്റ്വർത്ത് അതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ? അത് തിരിച്ചിട്ടാൽ മതി. 6/5 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ്വർത്ത് കിട്ടും. നെറ്റ്വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും റേഷ്യോ ഓഫ് റിസർവ്സ് ടു ഷെയർ ക്യാപിറ്റൽ 1/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റിസർവ്സ് ടു ഷെയർ ക്യാപിറ്റൽ 1/3 ആണെങ്കിൽ 1/4 ആണ് നെറ്റ്വർത്ത്. സോ അതിൽ നിന്ന് റിസർവ്സും ഷെയർ ക്യാപിറ്റലും നമുക്ക് കിട്ടി. സോ ഇങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്ത് കണക്ട് ചെയ്ത് ഇന്റർ റിലേറ്റഡ് മെട്രിക്സ് ആണ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. So I think you are very well clear about how to draw a balance sheet from ratio analysis data and how to solve and how to find out the ratios through some items. So do it very clearly in your notebook and practice it,
and also try to solve the problem which I am given below. ABC Limited has an equity capital of 2 lakh. The ratios of the company: asset turnover, turnover of inventory, debt to equity, current debt, fixed assets to owners equity as given, and prepare a projected balance sheet. So do that problem as your assignment today and submit in our WhatsApp group. Thank you all. Have a nice day.